ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് വലിയ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ്. ചെമ്മീൻ സാധാരണ മീൻകടയിൽ നിന്ന് വാങ്ങുമ്പോൾ നന്നാക്കി തരൂല, എന്നാൽ ഈ തവണയും നമുക്ക് നന്നാക്കി തന്നിട്ടില്ല കേട്ടോ. ഷെർവിൻ എന്തായാലും ചെമ്മീൻ്റെ തലയും പിടിച്ചിരിപ്പുണ്ട്. കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ. കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും നമ്മുടെ ചെമ്മീനെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്രയും ചെമ്മീൻ വാങ്ങിയതിന് 50 രൂപയേ ആയുള്ളൂ. ഇനി ഇതെല്ലാം നന്നായി കഴുകിയെടുത്ത് ക്ലീൻ ആക്കാം കേട്ടോ. പിന്നെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും എടുക്കാം. ഇനി നമ്മുടെ ചെമ്മീനിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ കുരുമുളക് പൊടി, അതിനുശേഷം മുളക് പൊടി, അവസാനം ഗരം മസാല. ഇതെല്ലാം ആവശ്യത്തിനിടാം. ഇനി കുറച്ച് ഉപ്പും ഇടാം. ഇനി ഇത് നന്നായി തിരുമ്മി പിടിപ്പിക്കാം. ഇനി ഒരു ചെറുനാരങ്ങ എടുക്കാം, പകുതി മുറിക്കാം, എന്നിട്ട് ഈ ചെമ്മീനിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ കുറച്ചും കൂടി കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ചേർത്തു കേട്ടോ. ഇനി വീണ്ടും തിരുമ്മി പിടിപ്പിക്കാം. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി ചെമ്മീൻ റോസ്റ്റിൻ്റെ ഗ്രേവിക്ക് വേണ്ടി സവാളയും മറ്റു സാധനങ്ങളും റെഡിയാക്കാം കേട്ടോ. സവാളയാണെങ്കിലും തക്കാളിയാണെങ്കിലും ചെമ്മീനിന് ആവശ്യത്തിനേ ചേർക്കാവൂ. പിന്നെ സവാള നല്ല സ്ലൈസായിട്ട് അരിയാൻ ശ്രമിക്കാം കേട്ടോ, എന്നാലേ ഗ്രേവി റെഡിയാവുള്ളൂ. ഇനി പാൻ ഗ്യാസിൽ വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാം. ഇവിടെ ഞാൻ ആകെ 1/4 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റ തവണ ഫ്രൈ ചെയ്യാനേ ചെമ്മീനുള്ളൂ. പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യേണ്ടത് ഗ്യാസിൻ്റെ ലോ ഫ്ലെയിമിലാണ്, അല്ലെങ്കിൽ ചെമ്മീനെല്ലാം ഒരുപോലെ വേവില്ല കേട്ടോ. ചെമ്മീൻ ഒരു സൈഡ് 2 മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ചെമ്മീൻ മറിച്ചിടാം കേട്ടോ. ഇപ്പോൾ നോക്കിയേ, പാൻ നിറയെ ചെമ്മീനായില്ലേ. ഇനി ഇതിലേക്ക് ആവശ്യമായ തക്കാളി റെഡിയാക്കാം. ദേ കണ്ടില്ലേ, ഒരു മീഡിയം തക്കാളി ഇത്രയും ഉണ്ട്. ഇനി ചെമ്മീൻ മറിച്ചിടാം കേട്ടോ. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കാണുമ്പോഴേ അറിയാം. ചെമ്മീൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ചെമ്മീൻ മറിച്ചിട്ടതിന് ശേഷം മറ്റൊരു ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. പിന്നെ കടുകിട്ട് പൊട്ടിക്കുക. ഇനി ഗ്രേവിക്ക് ആവശ്യമായ സവാള അരിഞ്ഞത് ആദ്യം ഇടുക. പിന്നെ സവാള വേഗം മൂത്തു വരാനായിട്ട് കുറച്ച് ഉപ്പിടാം കേട്ടോ. ഇനി സവാള ചെറുതായിട്ട് വഴണ്ടു വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ചെമ്മീൻ ഈ ഗ്രേവിയിലേക്ക് ഇടാം. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി ഉപ്പും മുളകും ഗ്രേവിക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എല്ലാം റെഡിയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി.